ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 20, 2024. നമുക്കറിയാം ഇന്ത്യ ഉൾപ്പെട്ട മത്സരങ്ങളൊന്നും ഈ ആഴ്ച നടന്നിട്ടില്ല. പ്രധാന മാധ്യമങ്ങളും സീനിയർ ക്രിക്കറ്റർമാരൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 ദിവസത്തിന് ശേഷം പെർത്തിൽ ആരംഭിക്കാൻ പോകുന്ന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 1ാം ക്രിക്കറ്റ് ടെസ്റ്റ് ടീമിനുള്ള ഇന്ത്യൻ ടീം എങ്ങനെ ആയിരിക്കണം എന്നാണ്. നമുക്കറിയാം കുറേ ദിവസമായി മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിന്നിരുന്നത് KL രാഹുലും ദേവദത്ത് പടിക്കലും ധ്രുവ് ജുറേലൊക്കെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടും എന്നായിരുന്നു. എന്നാൽ ഇന്നലെ മുൻ താരം സഞ്ജയ് മഞ്ജരേക്കറും അതുപോലെ ഹിന്ദു പത്രത്തിൻ്റെ സ്പോർട്സ് ലേഖകനൊക്കെ അഭിപ്രായപ്പെട്ടത് അഭിമന്യു ഈശ്വരനാണ് ഓപ്പൺ ചെയ്യാൻ ഏറ്റവും അനുയോജ്യൻ എന്നാണ്. കാരണം നമുക്കറിയാം അഭിമന്യു ഈശ്വരൻ കഴിഞ്ഞ രഞ്ജി ട്രോഫി സീസണിലും കൗണ്ടി ക്രിക്കറ്റിലൊക്കെ ഒരുപാട് റൺസുകൾ അടിച്ചു കൂട്ടിയ ആളാണ്. എന്നാൽ അദ്ദേഹത്തിന് സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായത് ഓസ്ട്രേലിയയിൽ എത്തിയതിന് ശേഷം ഇന്ത്യ എയും ഓസ്ട്രേലിയ എയും തമ്മിൽ നടന്ന മത്സരങ്ങളിൽ 4 ഇന്നിങ്സുകളിൽ നിന്ന് 36 റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ്. അതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു തിരിച്ചടി. അതുപോലെ തന്നെയാണ് സർഫറാസ് ഖാൻ്റെ പ്രശ്നവും. സർഫറാസ് ഖാൻ കഴിഞ്ഞ ന്യൂസിലാൻഡ് ഇന്ത്യയിൽ വന്നപ്പോൾ ആകെ ഒരു ബാറ്റ്സ്മാനെ സെഞ്ചുറി നേടിയിട്ടുള്ളത് സർഫറാസ് ഖാനാണ്, 150 റൺസ്. പക്ഷേ മറ്റ് ഇന്നിങ്സുകളിലൊക്കെ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഒരു തിരിച്ചടി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ് എങ്ങനെ ആയിരിക്കുമെന്ന് ഇപ്പോഴും ചർച്ചകൾ നിറഞ്ഞ് കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അത് KL രാഹുലാവാം, അതല്ലെങ്കിൽ അഭിമന്യു ഈശ്വരനാവാം. പക്ഷേ KL രാഹുലിന് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഫസ്റ്റ് ഡൗൺ 1ാം നമ്പറിൽ ഒരു സ്ഥാനം ഉറപ്പുണ്ട്. കാരണം അത് അദ്ദേഹത്തിൻ്റെ പരിചയസമ്പന്നതയും മുമ്പ് വിദേശ പിച്ചുകളിലൊക്കെ മികച്ച പ്രകടനം നടത്തിയതിൻ്റെ ആനുകൂല്യം കൊണ്ടാണ്. അതുപോലെ ദേവദത്ത് പടിക്കലോ ധ്രുവ് ജുറേലിനൊക്കെ സാധ്യതകളുണ്ട്. അവരും മുമ്പ് ടെസ്റ്റ് കളിച്ചിട്ടുള്ളവരാണ്. അത് തന്നെയാണ് അവർക്ക് അനുകൂലമായ ഘടകം. അഭിമന്യു ഈശ്വരനും സർഫറാസ് ഖാനും പ്രതികൂലമായത് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിലും പരിചയസമ്പന്നതയുടെ കുറവുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും പലരും മാറ്റങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും ആകാശ്ദീപും ആയിരിക്കും പ്രധാന ബൗളർമാർ എന്ന്. പക്ഷേ ഇതിൽ മാറ്റം വരുത്താൻ സാധ്യത ഇല്ല. പിന്നെ സ്പിൻ ബൗളിങ്ങിൻ്റെ കാര്യത്തിലും ഓൾറൗണ്ടർമാരുടെ കാര്യത്തിലും ഒക്കെ ആയിരിക്കും മാറ്റം വരാൻ സാധ്യതയുള്ളത്. വാഷിങ്ടൺ സുന്ദർ വേണോ, രവീന്ദ്ര ജഡേജ വേണോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ നിതീഷ് റാണയുടെ കാര്യത്തിലും ഒക്കെ ചെറിയ ചർച്ചകളൊക്കെ വരുന്നുണ്ട്. ഏതായാലും 2 ദിവസത്തിനുള്ളിൽ നമുക്കത് അറിയാൻ പറ്റും. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ ചേതേശ്വർ പൂജാരയെക്കുറിച്ചാണ്. നമുക്കറിയാം കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിലൊക്കെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ആളാണ് ചേതേശ്വർ പൂജാര. പെർത്തിൽ അദ്ദേഹത്തിന് സെഞ്ചുറി ഇല്ലെങ്കിലും സെഞ്ചുറിയോടെ അടുത്ത പ്രകടനമുണ്ട്. അതുപോലെ ഓസ്ട്രേലിയ മറ്റ് ഗ്രൗണ്ടുകളിലൊക്കെ അദ്ദേഹത്തിന് സെഞ്ചുറി ഉണ്ട്. കഴിഞ്ഞ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ചേതേശ്വർ പൂജാരയായിരുന്നു മാൻ ഓഫ് ദ സീരീസ്. അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം അത് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം രഞ്ജി ട്രോഫിയിലൊക്കെ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്റ്റാർ ടിവിയുടെ ഒരു കമൻറ്റേറ്ററായി ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഓസ്ട്രേലിയയിൽ ഉണ്ടാകും. മറ്റൊന്ന് പറയാനുള്ളത് നമ്മളെ സഞ്ജു സാംസണെ കുറിച്ചാണ്. അദ്ദേഹം പറയാം ഈ വർഷം T20യിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത ബാറ്റ്സ്മാനായി സഞ്ജു സാംസൺ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ IPLലും ഇന്ത്യക്ക് വേണ്ടി നേടിയ 3 സെഞ്ചുറികൾ ഉൾപ്പെടെ കൂട്ടുമ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പിന്നെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിക്ക് വേണ്ടിയുള്ള ടീമുകളെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ടീമിൻ്റെ ക്യാപ്റ്റനായി സഞ്ജു സാംസണെ തന്നെ നിയമിച്ചിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാ കളികളും വിജയിച്ച ടീമാണ് കേരളം. എന്നാൽ അതിനുശേഷമുള്ള ക്വാർട്ടർ ഫൈനലിൽ കേരളം ആസാമിനോട് പരാജയപ്പെട്ടു. കേരളം ഉയർത്തിയ 158 റൺസ് എന്ന വെല്ലുവിളിയെ ആസാം 17 ഓവറിൽ തന്നെ മറികടന്നു. നമുക്കറിയാം കഴിഞ്ഞ വർഷം സഞ്ജു സാംസൺ തന്നെയാണ് ക്വാർട്ടർ ഫൈനൽ കേരളത്തിൽ നയിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് 0-ന് പുറത്തായി. അതേസമയം ടോപ്പ് സ്കോററായത് സൽമാൻ നിസാറും
അബ്ദുൾ ബാസിദുമാണ്. അവർ രണ്ടുപേരും അർദ്ധ സെഞ്ചുറികൾ നേടിയിരുന്നു. പക്ഷെ അത് കേരളത്തെ ജയിപ്പിക്കാൻ പര്യാപ്ത ആയില്ല. കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചത് കേരളത്തിന് വേണ്ടി വിഷ്ണു വിനോദാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അദ്ദേഹം 363 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് കഴിഞ്ഞ വർഷം ശ്രേയസ് ഗോപാൽ ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത ഇന്ത്യൻ താരം ആസാമിൻ്റെ റിയാൻ പരാഗ് ആയിരുന്നു. ഫൈനലിൽ കഴിഞ്ഞ വർഷം വിജയിച്ചത് പഞ്ചാബാണ്. പഞ്ചാബ് ബറോഡയെ തോൽപ്പിച്ചാണ് കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി നേടിയത്. ഫൈനലിൽ നമ്മുടെ ഇന്ത്യൻ പേസ് ബോളർ അർഷദീപിൻ്റെ മികച്ച പ്രകടനമായിരുന്നു. അദ്ദേഹം 4 വിക്കറ്റ് വീഴ്ത്തി. അപ്പോൾ നമുക്കറിയാം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കഴിഞ്ഞ വർഷം ക്വാർട്ടറിൽ കേരളം പുറത്തായി. സഞ്ജു സാംസൺ 0-ന് ഔട്ടായത്. അത് നമ്മുടെ തോൽവിക്കൊരു ചെറിയ കാരണമാണ്. അപ്പോൾ സഞ്ജു സാംസൺ ഇപ്രാവശ്യം വീണ്ടും വരുന്നു. അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ കലിപ്പ് തീർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല സഞ്ജു സാംസൺ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് പൊസിഷനിലാണ്. ആ പൊസിഷനിൽ തന്നെ കേരള ടീമിന് വേണ്ടി ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം കൂടുതൽ മത്സര പരിചയം കിട്ടാൻ വേണ്ടി ആ പൊസിഷനിൽ കൂടുതൽ മത്സര പരിചയം കിട്ടാൻ വേണ്ടി അവിടെ ബാറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം അത് കേരളത്തിന് കൂടുതൽ ഊർജം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ നിന്ന് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചൊരു പ്രകടനം തന്നെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ അപ്ഡേറ്റ് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.